നടൻ വിനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പൊതുശല്യമാണ്. അതുമാത്രമല്ല സിനിമയിലായാലും ജീവിതത്തിലായാലും അയൽവാസികൾക്കായാലും അയാളെ പറ്റിയിട്ടുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണ്, തെറി പറയുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ന്യൂസുകളുണ്ട്, ഫേക്ക് ന്യൂസുകളുണ്ട് എന്നുള്ളതാണ്. ഒരു സിനിമാ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എവിടെയോ കിടന്ന് അടിയുണ്ടാക്കുന്നത് വരെ വിനായകൻ്റെ പേരിൽ വെച്ചു കൊടുത്തവരാണ് മലയാളികൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഗോവയിൽ എവിടെയോ പോയി ഒരു സിനിമയുടെ ചിത്രീകരണമാണ് നടക്കുന്നത്. ആ ഒരു ബോധം പോലും ഇല്ലാതെ അവിടെ കിടന്നിട്ട് ആ ഒരു ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്ത് ഇതാണ് വിനായകൻ ഗോവയിൽ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിനായകൻ ഏതെങ്കിലും ഒരു സിനിമയിൽ പിന്നെ എന്താണ് ആരെങ്കിലും കൊലപ്പെടുത്തുന്നത് കാണിച്ചിട്ട് അറിയാം, അയ്യോ വിനായകൻ എന്തേ കൊലപ്പെടുത്തുന്നത് എന്ന് വരെ പറയും. അപ്പോൾ ജയിലർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൽ പിന്നെ വിനായകനെതിരെ അതുപോലെ വിനായകന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിനായകനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനായകനും മോശമല്ല, അതായത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് വിവാദ വിഷയങ്ങളിൽ അതായത് ജനങ്ങളൊക്കെ ഒരുപാട് സങ്കടത്തിൽ ഇരിക്കുമ്പോഴേ അങ്ങനെയുള്ള വിഷയങ്ങളിലും വിനായകൻ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും എന്ന് പറഞ്ഞാൽ വിനായകനും അതുപോലെ വിനായകനെയും വിനായകൻ ഉൾപ്പെടുന്നവരെയും ആക്രമിക്കുവാൻ ചില ആൾക്കാരൊക്കെ ജാതി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാറുമുണ്ട്. അങ്ങനെ വിനായകൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. പിന്നെ നല്ല വ്യക്തിത്വമാണ് ഒരിക്കലും പറയാനും കഴിയില്ല, കാരണം അയാളുടെ ഒരുപാട് ചേഷ്ടകൾ വെളിയിൽ വന്നിട്ടുമുണ്ട്. ഇപ്പൊ അതുപോലെയുള്ള ഒരു സംഭവമാണ് വെളിയിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നീ എത്ര ദിവസം എന്നെ പറ്റിക്കണത്? നാളെ ഞാൻ ഈ ഡേറ്റും ഞാൻ എന്റെ കയ്യിൽ ഒരു മാങ്ങാത്തോലി ഒരു മര്യാദ വേണ്ട കാണിക്കണതിന്. നാളെ ഞാൻ പോകും. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയിലെ ഷർഫുദ്ദീൻ എന്ന് പറയുന്ന കഥാപാത്രവും അതുപോലെ തന്നെ ഷർഫുദ്ദീൻ എന്ന് പറയുന്ന നടനും അതിൻ്റെ നിർമ്മാതാവും ഒക്കെയായ പുള്ളിക്കാരൻ ഒരു വീഡിയോ പുറത്തുവിട്ടതാണ്. അതായത് വിനായകൻ എന്നോട് മോശമായി പെരുമാറി എന്നുള്ള തരത്തിൽ, അതായത് വിനായകൻ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്, പ്രമോഷന് വന്നതാണ്, എത്ര ദിവസമായിടോ കാത്തിരിക്കുന്നു, ഒരു മര്യാദ വേണ്ടടോ എന്ന് നല്ല രീതിയിൽ വെള്ളം അടിച്ചതുപോലെ അഭിനയിച്ചുകൊണ്ട് അയാളെ 2-3 പേര് പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ ഡോറ് വലിച്ചടച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ പറയുകയാണ്, അതായത് ഒരു നിർമ്മാതാവ് എന്തൊക്കെ സഹിക്കണം എന്നുള്ള തരത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമയുടെ പ്രൊമോഷൻ ആയിരിക്കാം, പക്ഷെ ഇത് ബാധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിനായകനെ തന്നെയാണ്. അതായത് വിനായകൻ അത് അഭിനയമല്ല, ഒറിജിനലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ചിലപ്പോൾ അത് ഒറിജിനലായിരിക്കാം, അതും പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ മുൻകാല ചരിത്രങ്ങൾ നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്നിട്ട് അയൽവാസികളോട് കാണിക്കുന്ന തോന്നിയവാസങ്ങൾ അറിയാം. അതുപോലെ അങ്ങനെ പലതരത്തിലും വിനായകൻ എന്ന് പറയുന്ന ഒരാള് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പലതും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഗോഷ്ഠികള്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഫേക്കാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷർഫുദ്ദീന് കിട്ടിയത് തന്നെയാണ്. അത് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അയാൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ വിനായകൻ നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ കിളിപോയൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമുക്കറിയാലോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പ്രൊമോഷൻ അങ്ങ് കത്തിപ്പടരും. ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോഷന് വന്ന താരങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇത് ഇവർ തമ്മിൽ ഭയങ്കര വഴക്കാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടാവില്ല, ഇതൊക്കെ ചുമ്മാതായിരിക്കും. പക്ഷെ വിനായകന്റെ കാര്യത്തിൽ നമുക്കത് കഴിയില്ല, കാരണം വിനായകൻ എവിടെയും എന്തും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വിനായകന്റെ വഴക്കാണോ നേരാണോ എന്നൊന്നും നമുക്കറിയില്ല. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരായിരിക്കാം, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത് വിനായകൻ എന്ന് പറയുന്ന നടനെ തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരു നടനാണെങ്കിൽ പിന്നീട് ചാൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പക്ഷെ വിനായകന് പിന്നീടും ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അയാളുടെ അഭിനയം കൊണ്ട് തന്നെ ആയിരിക്കാം. അതായത് അയാൾ സിനിമയിലുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അതായത് വിനായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമയിലുണ്ട്, വിനായകൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വിനായകന്റെ അഭിനയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അഭിനയ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ പൊതുജനങ്ങൾക്ക് ശല്യം
മൃഗീയമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചേഷ്ടകൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഫ്ലാറ്റിൻ്റെ മുകളിൽ കടന്ന് ഇദ്ദേഹം വന്ന് മുണ്ട് പറിച്ച് കാണിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും വിനായകനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അതാണ് പറഞ്ഞത്, ഇപ്പം മമ്മൂട്ടിയെ പോലെയുള്ള മുൻനിര താരങ്ങൾ വരെ വിനായകൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം അടുത്ത് തന്നെ മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും ഒരു പടം വരുന്നുണ്ട്. ആ പടത്തിൽ വിനായകൻ തന്നെ വേണം, വേറെ ആരും കഴിയില്ല. വിനായകൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കഥാപാത്രം പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് മമ്മൂട്ടി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകനെ കാത്തിരുന്ന ദിവസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ മലയാള സിനിമ ഒരിക്കലും കൊടുക്കാത്ത പ്രതിഫലമാണ് അന്ന് വിനായകന് തമിഴിൽ കിട്ടിയിരിക്കുന്നത്. ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ ആ സിനിമയോട് കൂടിയിട്ടാണ് വിനായകൻ മൊത്തത്തിൽ അതായത് ഭയങ്കരമായിട്ട് അങ്ങ് കത്തിക്കയറിയതെന്ന് ഞാൻ പറയുള്ളൂ. അതുവരെ എന്ന് പറഞ്ഞാൽ വിനായകൻ മലയാളത്തിലെ ഒരു ചെറിയ നടൻ മാത്രമാണ്. അദ്ദേഹത്തിന് താരതമ്യം എന്ന് പറഞ്ഞാൽ പൈസയും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമ ആ അഭിനയത്തോട് കൂടിയിട്ട് കുറച്ച് അഹങ്കാരം വർദ്ധിച്ചിരുന്നോ എന്ന് പോലും തോന്നിപ്പിക്കാറുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ സംസാര ശൈലി അങ്ങനെയായതുകൊണ്ട് ാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയാണോ? ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് കിട്ടിയപ്പോഴേ ഈ പത്രക്കാരും മറ്റവരൊക്കെ ഇയാളെ വീട്ടിൽ കയറിയപ്പോഴേ അമ്മയോട് പറയാൻ കൊന്നല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ വിവാദമായതാണ്. അപ്പം അങ്ങനെ വിനായകനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരാതികൾ വരുമ്പോഴും അയാളുടെ അഭിനയത്തിൽ അയാളെ കവച്ചു വെക്കാൻ വേറെ ആളില്ല എന്നുള്ള തരത്തിൽ ചില കഥാപാത്രങ്ങൾക്ക് അയാൾ തന്നെ വേണം, അയാൾ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണതയാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ എന്തിനേറെ പറയുന്നു രജനീകാന്ത് വരെ എന്ന് പറഞ്ഞാൽ വിനായകനെ കണ്ടിട്ട് പറഞ്ഞത് വിനായകൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ ജയിലറിന്റെ സെറ്റിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. എന്തിനാണ് പുറത്തു പോകുന്നതെന്ന് രജനീകാന്തിന് പിടികിട്ടുന്നില്ല. അവസാനം വിനായകൻ പുറത്തു പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം അയാൾക്ക് സ്വന്തമായിട്ട് കാരവാൻ ഇല്ല. അതുകൊണ്ട് അങ്ങനെ രജനീകാന്ത് പ്രൊഡക്ഷൻ്റെ പിന്നെ ഇവരെ വിളിക്കുകയാണ്, എക്സിക്യൂട്ടീവിനെ. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു അർജൻറ്റായിട്ട് തന്നെ വിനായകന് ഒരു കാരവാൻ സ്വന്തമായിട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ വിനായകന് കാരവാൻ കൊടുക്കുകയാണ്. അതായത് അയാളുടെ പിന്നെ ഇതിനു വേണ്ടി അയാൾ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതാണ് പറയുന്നത്. വിനായകനെ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടെങ്കിലും വിനായകൻ്റെ സ്വഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നമായി തീരുന്നത്. പിന്നെ അത് മുതലെടുക്കുന്നവരും ഇത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചിത്രീകരിച്ചതാണെങ്കിലും ഇത് പുറത്തുവിട്ട ഷർഫുദ്ദീനെ എല്ലാവരും തെറി പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നീ അല്ലാതെ അയാളെ സിനിമയിൽ കയറ്റുകൂടാ, നീ എന്തിനാണ് അവനെയൊക്കെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിനായകൻ നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഇനി ഈ പേരിൽ മാത്രമേ വിനായകൻ അറിയപ്പെടാൻ കഴിയുള്ളൂ. വിനായകൻ പറയുന്ന പോലെ നിങ്ങളാരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, എൻ്റെ സിനിമ നല്ലതാണെങ്കിൽ നിങ്ങൾ കാണും, നല്ലതല്ലെങ്കിൽ കാണില്ല. അത് തന്നെയാണ് മിക്ക താരങ്ങളുടെയും അവസ്ഥ. അത് തന്നെയാണ്. അതായത് താരങ്ങൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോകുമ്പോൾ ചില ആൾക്കാർ ഈ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആരാധകരെ വേണ്ട, നിങ്ങൾ എൻ്റെ സിനിമ സൗകര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള തരത്തിൽ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് വിനായകനെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ്റെ ചില പൊടിക്കൈകളൊക്കെ ഇങ്ങനെ വരും. അതൊക്കെ കണ്ട് നമ്മൾ വെറുതെ തെറി വിളിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പെറ്റ് ഡിക്റ്റേറ്റീവ് എന്ന് പറയുന്ന സിനിമയുടെ ഇതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം, അല്ലാതെ എന്ന് പറഞ്ഞാൽ അല്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പല സ്ഥലങ്ങളിലും പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോ. ബൈ ബൈ.